ഹലോ, മൗണ്ടൻ ട്രാവലിന്റെ പുതിയ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോ കോസ്റ്റേ എന്ന് പറഞ്ഞ സ്ഥലത്തായിട്ട് നിൽക്കുന്നത്. കോസ്റ്റേ വെച്ചിട്ടുണ്ടെങ്കിൽ കർണാടകത്തെ മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മാൻഗാവ് നിന്ന് കുറച്ച് ദൂരം വന്നിച്ചത് ഇങ്ങോട്ടേക്ക്. ഗംഗാവിലേക്ക് പോകുന്ന റൂട്ട് തന്നെ, വാട്ടർഫോളൊക്കെ ഇല്ലേ, അങ്ങോട്ട് പോകുന്ന റൂട്ടിലാണ് ഞാൻ താമസിക്കുന്ന. ഇവിടെ കേട്ടോ, ഒരു പെട്രോൾ പമ്പിന്റെ മേളിലത്തെ ഭാഗത്ത് താമസിക്കുന്നൊക്കെ. ഇതുണ്ടല്ലേ, PNG ഒരു പെട്രോൾ പമ്പ് ആയിട്ട് കാണുന്നേ. ഈ വീഡിയോ ചെയ്യുന്നതിന്റെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ മീൻ പിടിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മീൻ പിടിക്കാൻ പോകുന്നുള്ള വിശേഷങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ ഒത്തിരി മീനെ കിട്ടില്ല, 4 മീനെ കിട്ടിയുള്ളൂ. പക്ഷെ ഞാൻ ഇന്ന് പോയിട്ട് കുറച്ച് മീനെ പിടിക്കും. ഞാൻ എൻ്റെ മീനെ കൊണ്ടുവരും ചെയ്തില്ല, ഞാനത് അവിടെ വന്ന ആൾക്കാർക്ക് കൊടുക്കോട്ടെ. ഇത് മീൻ പിടിക്കാൻ പോകുമ്പോൾ വിശേഷങ്ങളും കാര്യങ്ങളും കാണാം കേട്ടോ. നല്ല രസമായി. ഇവിടെ നിന്ന് കുറച്ച് ദൂരം വെച്ചു, ഒരു 500 മീറ്റർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെല്ലാം. അടിപൊളി സ്ഥലമൊക്കെയാ, ഞാൻ അവിടെ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മുടെ സൈക്കിള് തേരിക്കുന്ന കേട്ടോ. അപ്പോൾ ഇന്ന് പോയി കഴിയുമ്പോൾ അവിടെ ആൾക്കാർ മീൻ പിടിക്കണ്ടോ എന്ന് അറിയാൻ പാടില്ല. അതിന് ഇന്നലെ യാദൃശികമായിട്ട് കണ്ടതാണ് മീൻ പിടിക്കുന്നതൊക്കെ. പിന്നൊക്കെ അങ്ങോട്ടേക്ക് പോയോക്കാം. ഞാൻ എന്ത് ചെയ്യാം, മേളില് ഇതല്ലേ, ആ മേളില് ഞാൻ താമസിക്കുന്നൊക്കെ. നമ്മള് ആ വഴി കേട്ടോ, ആ വഴിന്നേ അവിടെ നിന്നാട്ടോ നമ്മള് പോകുന്നേ. അത് നമ്മള് മാൻഗാവിലോട്ട് പോകുന്ന റൂട്ടായി കാണുന്നത്. അങ്ങോട്ട് പോകുമ്പോ നല്ല രസാ. തിരിച്ചു വരുമ്പോഴാണ് കയറ്റമുള്ളൂ, ഭയങ്കര കയറ്റ. ഇതില്ലേ, ഇതിപ്പോ ചെറിയ കയറ്റ. പിന്നെ ഇതവിടെ ചെന്ന് കഴിയുമ്പോ നല്ല നല്ല കയറ്റാവും. അല്ല, തിരിച്ചു വരുമ്പോഴത്തേക്കായിട്ട് പറയണേ, ഇപ്പോഴല്ല. ഉണ്ടോന്ന് അറിയാൻ പാടില്ല, അതാണ് ഏറ്റവും വലിയ കോമഡി. ആൾക്കാരില്ലെങ്കിൽ ചമ്മി പോകും നൈസായിട്ട്. വലിയൊരു ഇറക്ക. ഇന്നലെ ഞാൻ തിരിച്ചു വന്നപ്പോ ഇന്നലെ ഒന്നും കൊണ്ടുപോകാതെ പോയോ, ഒരു സാധനവും ഉണ്ടായിരുന്നില്ല എന്തായാലും ഇന്നലെ. അതായത് ലൈറ്റോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ എന്നിട്ട് ചുമ്മാ പോയതായിരുന്നു സൈക്കിളോട്ടാണ്, പെട്ടെന്ന് തിരിച്ചു വാങ്ങിച്ചിട്ട്. അതുകൊണ്ട് ഞാൻ രാത്രി വന്നപ്പോ രാത്രി വന്നപ്പോ കണ്ണും കാണാൻ പാടില്ല, ഒന്നും കാണാൻ പറ്റില്ല. വണ്ടി കുറവായിരിക്കണേ. ഇവിടെ ആട്ടോ ഹോട്ടലുള്ളൂ, നമുക്ക് ഫുഡ് കഴിക്കണമെങ്കിൽ ഇവിടെ ഹോട്ടലുള്ളൂ. അപ്പൊ നമ്മള് ഫുഡ് നമ്മൾ ഇവിടെ മേടിച്ചോണ്ട് പോയിരുന്നേ. പാപ്പന് ഇരിപ്പുണ്ട്, ആളുണ്ട്. ഇന്ന് ഞാൻ വേറെ സാധനം കൊണ്ടുവന്നിട്ട്, സ്പെഷ്യൽ സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടിടാൻ വേണ്ടിയിട്ട്. മൈദ കൊണ്ടുവന്നിട്ടുണ്ട്. മൈദ വെച്ചിട്ട് പിടിക്കാം. ഇതാണ് ആ ചെറിയ പുഴ. നമ്മൾ ഇന്നലെ ഈ വഴിയാ പോയത്. ഫിഷിംഗ് വീഡിയോ നമുക്ക് കാണാം. ഇനി നമ്മൾ ഫിഷിംഗ് നടക്കപ്പോറ യുദ്ധം നിന്ന് കുറെ മീനെ പിടിച്ചു കയറ്റും. പാപ്പനോട് ഇരിപ്പുണ്ട്, അപ്പാപ്പനോട് ചൂണ്ട വെച്ചേക്കാം. ഹായ്. അപ്പൊ അപ്പാപ്പൻ വൈബ് ചൂണ്ട തരില്ല എന്നട്ടോ പറഞ്ഞു. 3 ചൂണ്ടുണ്ട് ആളുടെ കയ്യില്, ചൂണ്ട തരില്ലാന്ന് പറഞ്ഞു. സാരമല്ല, നമുക്കിനി വേറെ ആയാലും വരുമോ നോക്കാട്ടോ. അല്ലെങ്കിലും അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഒരു കാര്യം നടക്കില്ലെന്ന് ആലോചിക്കുമ്പോഴാണ് ഏറ്റവും വലിയ കാര്യം. കോമഡി. നോക്കാം. എന്തായാലും 4:30 ആകുമ്പോഴത്തേട്ട് ആൾക്കാർ വരുമെന്നാണ് പറഞ്ഞത്. അവർ ഇന്നലെ പറഞ്ഞ 4:30 ആകുമ്പോഴത്തേക്കും വരുമെന്നാണ്. ഇപ്പൊ സമയം 5 മണിയായിട്ടോ. വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. 5 മണിയായി ഇപ്പൊ സമയം. നോക്കാം എന്തായാലും. പാപ്പം വൈബ് ഉള്ളവർക്കൊന്നും തരാൻ ഭയങ്കര മടിയായ. ഈ ചൂണ്ട തന്നെ ഇനിയിപ്പോ കുഴപ്പം. വെയിറ്റ് പണ്ണലാം.